guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല നാടൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊഴുക്കട്ടയാണ്. തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന കൊഴുക്കട്ടാസാണ്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ്, വളരെ ഈസി ഉണ്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാൽ കൊഴുക്കട്ട ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. എങ്ങനെയാണ് പാൽ കൊഴുക്കട്ട ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് പാൽ കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അത് എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള ഉപ്പ്, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് ഞാൻ ചിരകിയ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ വരണ മാതിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരയല്ല, ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ നല്ലോണം ആവും. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല, അത് ഓരോ അരിപ്പൊടിയുടെ മാതിരി ഇരിക്കും. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന മാതിരി തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാനിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് കുഴയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ കയ്യിലൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒരു 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മതിയാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ മുഴുവനായിട്ട് 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു സൈസിൽ ബോളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനിവിടെ ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാലാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതായത് 1 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്ന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ല കട്ടിപ്പാൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 2 കപ്പ് പാൽ ഒഴിച്ചിട്ട് സെക്കൻഡ് തിൻ മിൽക്ക് എടുത്തു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കുഞ്ഞു ബോൾസ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യില്ല, ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ കുഞ്ഞു കൊഴുക്കട്ടകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിൽ ഇരുന്നിട്ട് തന്നെ ഇതെല്ലാം നല്ല തിക്കായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിനുശേഷം കാണിച്ചിടാം. അപ്പം നമ്മുടെ പാൽ കൊഴുക്കട്ട ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നുള്ള് നമ്മുടെ ഏലക്ക പൊടി ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് അധികം ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഡിഷസിന് ആ ഒരു നാടൻ ഫ്ലേവർ വരണമെങ്കിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കണം നല്ലതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം നല്ല തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റായി നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഒരു 1/2 കപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു 1/4 കപ്പ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കാം. ഇനി പഞ്ചസാരയും കൂടെ ഒന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ പാൽ കൊഴുക്കട്ട റെഡിയായി. സെർവ് ചെയ്യാം ഇങ്ങനെ തന്നെ. അങ്ങനെ നമ്മുടെ പാൽ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്താ ഒരു ബൗൾ സെർവ് ചെയ്തു. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ലൊരു അടിപൊളി സംഭവമല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.